ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാൾക്ക് നമ്മളെ മാർക്കറ്റിൽ വന്നിട്ടോ. ഇത് മീൻ മാർക്കറ്റിൽ ഇതാ ബിരിയാണി വെക്കാൻ പറ്റിയ മീനാണ് ഉണ്ടായി കൊടുക്കുന്നത്. പെരുന്നാളിൻ്റെ കാഴ്ചകൾ കണ്ടിട്ടോ. പെരുന്നാൾക്ക് മീൻ മാർക്കറ്റും ഇറച്ചി മാർക്കറ്റും അതേപോലെ തന്നെ ഇതാ ഒക്കെപ്പാടെ അടുത്തുള്ള മഞ്ചേരി മാർക്കറ്റാണ് ഇത് കാണിക്കാൻ പോകുന്നത്. മാർക്കറ്റ് തിരക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. ഈ മാർക്കറ്റ് തിരക്ക് കാണിച്ചു തരാം. ഇത് മീൻ മാർക്കറ്റാണ്, തൊട്ടടുത്ത് തന്നെയാണ് ഇറച്ചി മാർക്കറ്റ്. പിന്നെ ആടും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ നല്ല മീനുകൾ, ബിരിയാണിയൊക്കെയുള്ള മീനുകളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കട്ടോ. ബിരിയാണിയൊക്കെയുള്ള മീനാണ്. ഇതേത് മീന്? പേതിൽ വലിയ അലാക്കിന്റെ പേതിൽ, വലിയ അലാക്കിന്റെ പേതിൽ 15 രൂപ വേണ്ടല്ലേ? വെട്ടിക്ക ഞാൻ വന്നപ്പോൾ കുറെ നേരമായിട്ടോ മീനെ കഴിഞ്ഞാണ്. എടുക്കാണ്ടോ? ഞാൻ കഴിഞ്ഞെടുക്കും. നമുക്ക് മുറിച്ചാളെ മീൻ വരുന്നു കേട്ടോ. വൈകുന്നേരം ഇറക്കാം, കഴിഞ്ഞിട്ട് അങ്ങനെ ഇറക്കാം. ബിരിയാണിക്ക് വെട്ടാനുള്ള മീൻ ഇത് ചെറുതുമാണ്, വലുതുവാണെങ്കിൽ കേട്ടോ. 50 മീൻ ഉണ്ടല്ലേ? ഇത് 50 അറിയുണ്ട്. ഇതിങ്ങനെ അവസ്ഥ എടുത്തിങ്ങനെ വെട്ടും, ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കും. നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് ഇറച്ചി മാർക്കറ്റും കോഴി മാർക്കറ്റും കാണിച്ചു തരാം. കോഴി മാർക്കറ്റിൽ കോഴി കടയിലൊക്കെ ഭയങ്കര തിരക്കട്ടോ. കോഴി വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണ്. മറ്റേ ബീഫ് മാർക്കറ്റിൽ ഇതാ ബീഫ് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. പുറത്ത് ഇങ്ങനെ കൊണ്ടുവരാം, ഫ്രഷ് ഇങ്ങനെ അറുത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പുറത്തിന് കൊണ്ടുവന്നാട്ടോ. പിന്നെ അടുത്തൊരു കടയാണ് ഇവിടെ, ബസ്സിൻ്റെ കടയാണ്. കുറച്ച് സാധനം ഇങ്ങനെ അറുത്ത് കൊടുക്കാം. നല്ല പോത്തിറച്ചി കേട്ടോ, വലിയ പോത്തും കൂട്ടനൊക്കെ ഉണ്ട് ഇവിടെ. ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പോത്തും കുട്ടനും എല്ലാം ഉണ്ട്. ബീഫ് സ്റ്റാൾ, ഇത് CK ബീഫ് സ്റ്റാൾ. തൊട്ടടുത്ത് ഇങ്ങനെ കടകളാണ്, ബീഫിൻ്റെ കടകളാണ് അടുത്തടുത്ത്. നമുക്ക് ഇഷ്ടപ്പെട്ട കടയിൽ നിന്ന് നോക്കി ഇറച്ചി വാണ്ടി നോക്കി പോത്തും കോഴിയും കടം എല്ലാം കിട്ടും. പോത്തിൻ്റെ തലക്കച്ച് ഒന്നിന് അടുത്ത് കൊണ്ട് തൂക്കാണ്. വൈകുന്നേരമാണ്, രാവിലെ തുടങ്ങിക്കൊണ്ട് അറിവ് കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്ത് കൊണ്ടുവരാം. ഇങ്ങനെ തൂക്കും. ഇവിടെ ഒരു കോഴിക്കട, കോഴിക്കടയിലൊക്കെ ഇങ്ങനെ തിരക്കുണ്ട്. വൈകുന്നേരം 5:30 മണിയായിട്ടോ. പിന്നെ അടുത്ത ബീഫ് കട, PP ബീഫ് സ്റ്റാൾ. ഓക്കെ, നാളെ നടത്തും. വലിയ കൂട്ടം നടത്തുന്നു, അതേപോലെ വലിയ പോത്തിനെ കടത്തുന്നു. തിരക്ക് കുറേ കഴിഞ്ഞു. രാവിലെ മുതൽ അറുക്കൽ തുടങ്ങിയാണ്. രാവിലെ മുതൽ ഇവിടെ നല്ല തിരക്കിനും കുറച്ച് കുട്ടി കുറഞ്ഞു വൈകുന്നേരമായപ്പോൾ. ഈ നോമ്പ് വന്നിട്ട് കുറച്ചുകൂടി തിരക്കുണ്ടാവും. അപ്പോൾ അത് കഴിച്ച് നമ്മൾ വരികയാണെങ്കിൽ കാണിച്ചു തരാം. നല്ല തിരക്ക് വെട്ടിക്കൊണ്ട് ആൾക്കാർ. തൊട്ടടുത്ത് തന്നെ വേറെ കോഴിക്കട, ഇവിടെയും അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ആടുവാണെങ്കിൽ ആടും ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. ആടും കണ്ടില്ല. ഇവിടെ നമ്മളെ മയമാലാക്കാൻ്റെ VKT ചിക്കൻ സ്റ്റാൾ. ഇവിടെ മയമാലാക്കാൻ്റെ VKT ചിക്കൻ സ്റ്റാൾ കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മളെ മഞ്ചേരി മാർക്കറ്റിൽ വന്നാൽ മീനും ആടും കോഴിയും പിന്നെ എല്ലാം ഒരോട് തന്നെ കിട്ടും കേട്ടോ. നമുക്ക് വരിക്ക് നമുക്ക് നോക്കി വാങ്ങാം. ഇഷ്ടപ്പെട്ട് തിരഞ്ഞ് വാങ്ങാം കേട്ടോ. അടുത്തടുത്ത് കടകളാണ്, അത് വാങ്ങി ഇഷ്ടപ്പെട്ട് നോക്കി വാങ്ങണം. അപ്പോൾ തിരക്ക് കഴിഞ്ഞതാണ്. രാവിലെ മുതൽ ഭയങ്കര തിരക്കുന്നു. അപ്പോൾ ഞാൻ തിരക്കായപ്പോൾ ഒന്നും എടുത്തില്ല. അപ്പം എനിക്കും തിരക്കിനും. അപ്പോൾ തിരക്ക് കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും എടുക്കുന്നത്. ഇനി നോമ്പറഞ്ഞാൽ ഇനി തിരക്കുണ്ടാവും അല്ലേ? ആടിൻ്റെ ആട് കേട്ടോ, നമ്മളെ ശരീഫാക്കാൻ്റെ ആട് അല്ലേ? നിങ്ങൾ ഇതൊക്കെ കാലുണ്ട്. നിങ്ങൾ ഇത്രയും ആടിനെ അവിടെ അറുത്തിക്കുന്നു. ആടിൻ്റെ തലേ കഴിഞ്ഞ് അപ്പോൾ തിരക്ക് കഴിഞ്ഞതാണ്. അങ്ങനെ എപ്പോഴും ഇനി കഴിഞ്ഞതിനെ വെച്ച് ഇങ്ങനെ അറുത്തിട്ടോ. നിറച്ച് കാലുണ്ട്. പെരുന്നാളായതുകൊണ്ട് അതൊരു ആടുമന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര തിരക്കേനു. ഇനി നോമ്പ് പറഞ്ഞിട്ട് തിരക്കുണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു 5-5:30 നോമ്പ് ഇറക്കാനായി. അതുകൊണ്ട് ആൾക്കാരൊക്കെ വീട്ടിൽ പോയിട്ടോ. ഇനി ഒരു ആൾക്കാർ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇറങ്ങും. ഉറപ്പിച്ചാലേ ഇപ്പോൾ മാസം കണ്ടില്ല. മാസം കണ്ടതിന് മുമ്പ് കുറച്ച് ആൾക്കാർക്ക് വാങ്ങി സ്റ്റോക്ക് വെച്ചാണ്. ചില മാസം കണ്ടിട്ട് വാങ്ങുന്നവരുണ്ട്. അതിലൊക്കെ ഇനി നോമ്പ് പറഞ്ഞാൽ വരും. അപ്പോൾ പിന്നെ ആട് ഇനി ഇറക്കാണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതാ രാവിലെ മുതൽ തുടങ്ങിയ മണി നല്ല തിരക്കാണ്. കുറച്ച് തിരക്ക് പറഞ്ഞു. നല്ല കുറേ തിരക്കുണ്ട്. ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു. വണ്ടിയിൽ ആടുണ്ട്. ആടായാൽ അവിടെ കൊണ്ടുപോയി ഇറക്കും. അല്ലേ? നിറച്ച് നല്ല നല്ല ആടുകൾ. സിലോയോ അതൊക്കെ അതുണ്ട്. ആടുണ്ട്, ആടുകളുണ്ട്. ഇത് കൊണ്ടുപോയി ഇറക്കും. കഴിഞ്ഞ അപ്പം ഇറക്കും കേട്ടോ. നല്ല ആട് കണ്ടി ഞങ്ങൾ രാത്രി നടക്കുന്നത്. രാത്രി നോമ്പ് തുറന്നു ആൾക്കാർ വരല് തുടങ്ങിയിട്ടുള്ളൂ. ആടിനൊക്കെ നല്ല തിരക്കുണ്ട്. ആടിൻ്റെ അവിടെ പോയി വന്ന് ഇറങ്ങുന്നുണ്ട്.
പിന്നെ ആടിനെ പുതിയ അറുത്തു. ചെറിയ തിരക്ക് തുടങ്ങുള്ളൂ. നോമ്പ് തുറന്നേക്കിനുള്ള തിരക്കാണ്. രാത്രിയായി. നോമ്പ് തുറന്നേക്കിനാണ്. നോമ്പ് തുറന്നേക്കിന് എടുക്കണം. നമ്മൾ ഇവിടുന്ന് വിട്ടാണ് ബീഫ് മന്തി ഉണ്ടാക്കണം. അപ്പോൾ ഈ മന്തിക്ക് കൊടുത്ത് വെട്ടിത്തരാം. നല്ല കൂട്ടുണ്ട് അവിടെ. അപ്പോൾ നല്ല പോത്ത് തന്നെയാണ്. നാളെ കഞ്ഞി പിടിയാൽ പറഞ്ഞാൽ മതി. ഇത് മൂരിയൊന്നല്ല അറിയില്ലേ, മഞ്ഞ നെയ്യിലാണ് മൂരി. ഇത് പോത്താണ്. പോത്തിൻ്റെ തൂക്കട്ടികൾ ഇതേമാതിരി മന്തി നാളെ തുടങ്ങുള്ളൂ. തിരക്ക് തുടങ്ങുന്നതിന് വേണ്ടി കുറച്ച് നമ്മൾ നിൽക്കാറുണ്ടാവില്ല. മാസം കണ്ടില്ല. മാസം കണ്ടാൽ പെരുന്തിരക്കില്ല. ഒരു വെറ്റും സഹായിക്കുന്നു. മയമൂൻ രണ്ടിലും പോത്തിന് വന്ന മന്തിയൊക്കെ ബീഫ് മന്തിയാ സുർബിയാനോ ഏമേ ഏടാ സുർബിയാന ബീഫിൻ്റെ സുർബിയാന നമ്മുടെ ബീഫിൻ്റെ മന്തിയാക്കണ്. അതിന് വലിയ മന്തി സുർബിയാനെ ചെറുതാക്കി ഇടണം. പെരുന്തിരക്ക് എളാപ്പാനെ പെരുന്തിരക്ക് കേട്ടോ. പെരുന്തിരക്ക് പെരുന്നാളായാലും ഏത് രീതിയിൽ വെട്ടി കൊടുക്കൂലേ? പെരുന്നാളായാലും ഏത് മാതിരി വെട്ടി കൊടുക്കൂലേ? തിരക്കായാലും ഏത് രീതിയിൽ വെട്ടി കൊടുക്കൂലേ? വെട്ടി കൊടുക്കും. അപ്പോൾ എങ്ങനെ വെട്ടി കൊടുക്കണ്ടോ? പെരുന്നാൾ വെച്ചിട്ട് വെട്ടലിന് മോശമാക്കണം. ചിലപ്പോൾ സാല് കൊടുക്കും. അതാണ് വീക്കേട്ടി മലാണ്ട് അടി വന്നാൽ. അങ്ങനെ ഞാനവിടുന്ന് നോമ്പറന്ന് കണ്ട് ഇറച്ചിയൊക്കെ വാങ്ങിക്കാണ്ട് നേരെ വീട്ടിൽ വന്നിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ ഇതിൽ നാളെ കിട്ടിയ വീഡിയോയുമായി കാണുന്നതിലേക്കും ഗുഡ് ബൈ.